നമസ്കാരം, ഞാൻ ആദിലക്ഷ്മി. ചെന്നൈ ഉങ്കളൈ അൻപുടൻ വരവേർക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് സിനിമകൾ കാണുന്നവരാണ്. കണ്ട സിനിമയിലെ കഥകളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നവരുമാണ്. ഒരു സിനിമ കാണുന്ന അതേ ലാഘവത്തിൽ ഒരു പുസ്തകം വായിക്കുവാൻ സാധിക്കുക അത് വളരെ മനോഹരമായ ഒരു കാര്യമാണല്ലേ. ആ പുസ്തകത്തിലെ സ്ഥലങ്ങളും സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം നാം വായിച്ചുകൊണ്ട് കാണുകയാണ്. അത്തരത്തിൽ വളരെ ആവശ്യത്തിൽ വായിക്കുവാനും ദൃശ്യവൽക്കരിക്കാനും സാധിക്കുന്ന മനോഹരമായ ഒരു സിനിമാറ്റിക് നോവൽ, അതാണ് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന ഈ പുസ്തകം. സിനിമാ പഠനത്തിനായി ചെന്നൈ നഗരത്തിലേക്ക് യാത്ര തിരിക്കുന്ന റാമിൻ്റെ തമിഴ്നാട് ജീവിത കഥയാണ് ഈ പുസ്തകം. പഠനത്തോടൊപ്പം ഒരു പുസ്തകം കൂടി എഴുതാനായിട്ട് ഒരുപാട് അനുഭവങ്ങൾ കൂടി സമ്പാദിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ യാത്ര തിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ട്രെയിൻ തിരിച്ച റാമിനെ ചെന്നൈ നഗരത്തിൽ കാത്തിരുന്നത് ഒരുപാട് സൗഹൃദത്തിൻ്റെയും വിചിത്ര സംഭവങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ ഒരുപാട് അനുഭവങ്ങളായിരുന്നു. ചെന്നൈ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ നോവലിൽ സമകാലിക പ്രസക്തി ഏറെയുള്ള ഒരുപാട് വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. റാമിനെ ചെന്നൈയിൽ സ്വാഗതം ചെയ്ത റാമിൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ ബിനീഷേട്ടനും കോളേജിലെ സുഹൃത്തുക്കൾ സഹോദരങ്ങളായ വെട്രിയും രേഷ്മയും. അതോടൊപ്പം തന്നെ ഈ നോവൽ വായനയ്ക്കിടയിൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന മറ്റൊരു കഥാപാത്രമാണ് മല്ലി. താനൊരു ട്രാൻസ്ജെൻഡർ ആയതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതാണ് മല്ലിയെ. ചെന്നൈ നഗരത്തിൻ്റെ തെരുവിൽ ഹിജടകളായാണ് മല്ലിയും തൻ്റെ കൂട്ടുകാരും ഇപ്പോൾ കഴിയുന്നത്. ആർക്കും വേണ്ടാത്ത ഇവർ പലപ്പോഴായും പോലീസുകാരുടെ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാവുന്നുണ്ട്. എന്നാൽ മല്ലിയെ നല്ലൊരു സുഹൃത്താക്കി മാറ്റുകയായിരുന്നു റാം ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കിടെയാണ് മല്ലിയെ റാം പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ തൻ്റെ സഹോദരൻ്റെ അരികിലെത്താനായി രാപ്പകലില്ലാതെ ഒട്ടും തന്നെ വിശ്രമിക്കാതെ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ആനന്ദി എന്ന ഒരു കഥാപാത്രവും ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. ആനന്ദിയും വെട്രിയും താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥയായ പാട്ടി, ഇവരെല്ലാം ചേർന്നാണ് ഈ നോവലിനെ മനോഹരമാക്കുന്നത്. പാട്ടി എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രം അറിയാവുന്ന പാട്ടി തൻ്റെ ഭർത്താവ് മരണത്തിന് കീഴടങ്ങിയെങ്കിൽ കൂടിയും ഇപ്പോഴും അദ്ദേഹത്തെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ നോവൽ വായനയ്ക്കിടയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. പാട്ടിയുടെ അല്ലി ഗ്രാമത്തിലെ പാരമ്പര്യ ഉത്സവവും എല്ലാം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ കുറച്ചധികം കഥാപാത്രങ്ങളുടെ സന്തോഷവും സ്നേഹവും ദുഃഖവും പരിചരണവും എല്ലാം കൂടെ കടന്നു വരുന്ന മനോഹരമായ ഒരു അനുഭൂതിയാണ് ഈ നോവൽ നമുക്ക് പകർന്നു നൽകുന്നത്. ഈ നോവൽ വായിച്ച് അവസാനിക്കുമ്പോൾ ഇതൊരിക്കലും തീരരുതായിരുന്നു എന്ന് നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇനിയും കഥ വേണമായിരുന്നു എന്ന് നമ്മെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു നോവൽ. ആനന്ദി കെയർ ഓഫ് റാം എന്നുള്ളത് റാം കെയർ ഓഫ് ആനന്ദിയായി മാറിയ ഒരു പുസ്തകം. നന്ദി, നമസ്കാരം.